ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുകേഷ്. ഇന്ന് നമ്മൾ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു പോയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മൗലിക കർത്തവ്യങ്ങളാണ്, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എവിടെ നിന്നാണ് നമ്മൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നമ്മുടെ മൗലികമായിട്ടുള്ള കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ എവിടെ നിന്നാണ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത്, ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ കാര്യങ്ങളും നമ്മൾ ആ സമയത്തെ ഓരോരോ രാജ്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ റഷ്യ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയ്ക്കകത്തുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ മൗലിക കടമകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടമെടുക്കുന്നത്. അപ്പോൾ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലികമായിട്ടുള്ള കടമകൾ കടമെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വരുന്നത്? ഭരണഘടനയുടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A. അപ്പൊ ഭരണഘടനയുടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A മൗലികമായിട്ടുള്ള കടമകൾ വരുന്നത്. ഇനി ഭരണഘടന ഉണ്ടാവുന്നത്, അതായത് നമ്മുടെ രാജ്യം 1950 ജനുവരി 26 റിപ്പബ്ലിക് ആവുന്നു, ഭരണഘടന നിലവിൽ വരുന്നു. എന്നാൽ ഈ ഭരണഘടന നിലവിൽ വരുന്ന ആ സമയത്ത് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാണ് ഈ മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്? നമുക്കറിയാം, 1975 1977 സമയത്ത് നമ്മുടെ രാജ്യത്ത് ഒരു എമർജൻസി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ആ അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി നമുക്കറിയാം ഇന്ദിരാഗാന്ധി ആയിരുന്നു. അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 1975-77 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഭരണഘടനയിലേക്ക് ഒരു അമെൻമെന്റ് വരികയാണ്. ഒരു ഭേദഗതി വരികയാണ്. അതിനെയാണ് 42ാം ഭേദഗതി 1976 എന്ന് പറയുന്നത്. അങ്ങനെ 42ാമത്തെ ഭേദഗതി 1976 നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലേക്ക് ചേർക്കപ്പെടുന്നത്. അപ്പൊ എന്നാണ് ഇത് നിലവിൽ വരുന്നത്? 1977 ജാനുവരി 3 ഇത് നിലവിൽ വരുന്നത്. അങ്ങനെ 1977 ജാനുവരി 3 മുതൽ നമ്മുടെ ഭരണഘടനയിൽ മൗലികമായിട്ടുള്ള കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ ഉണ്ട്. ഇനി നോക്കാം, 42ാമത്തെ ഭേദഗതി 1976 നിലവിൽ വന്നപ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002 വരുമ്പോഴത്തേക്കും ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. അപ്പൊ ചോദ്യം പ്രതീക്ഷിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലികമായിട്ടുള്ള കടമകൾ കടമെടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യ എന്നാണ്. ഇനി ഭാഗം 4A ആണ്, ആർട്ടിക്കിൾ 51A ആണ്. ഇനി എന്താണ് അടുത്ത ചോദ്യം ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ഏത് ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്? 42ാമത്തെ ഭേദഗതി 1976. ഈ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 1977 ജാനുവരി 3 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിലവിൽ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ അന്ന് നിലവിൽ വന്നപ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 86ാമത്തെ ഭേദഗതി 2002 ഒരു പുതിയ ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്യും. അങ്ങനെ നിലവിൽ നമുക്ക് മൊത്തം 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഞാൻ പറഞ്ഞു, 1975-77 സമയത്ത് നമ്മുടെ അടിയന്തരാവസ്ഥ സമയമാണ്. അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് വേണ്ടിയിട്ടും ഈ അമെൻമെന്റ്സിന് വേണ്ടിയിട്ടും 42ാമത്തെ ഭേദഗതിക്ക് വേണ്ടിയിട്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ കമ്മിറ്റിനെ വിളിക്കുന്ന പേരാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ് ഈ കമ്മിറ്റിയുടെ പേര്. അപ്പൊ ഈ കമ്മിറ്റി ആ സമയത്ത് 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് മുന്നോട്ട് വെച്ചത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ 8 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഈ സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിൽ നിന്ന് 3 കടമകൾ നമ്മൾ ഉപേക്ഷിക്കുകയും പകരം അന്നത്തെ സർക്കാർ
10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൊത്തത്തിൽ, അതായത് 8 സ്വരൺ സിംഗ് കമ്മിറ്റി സജസ്റ്റ് ചെയ്തു. അതിനകത്തുനിന്ന് 3 ഒഴിവാക്കി. പിന്നെ ബാക്കി കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കൂടെ ആഡ് ചെയ്യുകയും അങ്ങനെ അവസാനം 1977 നോക്കിയാൽ ഈ ഭേദഗതിക്ക് ശേഷം 10 അതായത് ഈ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇവിടെ നിലവിൽ വരുന്നത്. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് സജസ്റ്റ് ചെയ്തത്? 8. എന്നാൽ 42ാമത്തെ ഭേദഗതി 1976 എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നിട്ടുണ്ട്? 10. അപ്പൊ ഇത്രയാണ് ഇവിടെ ഉണ്ടായിരുന്നൊരു കാര്യം. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ ഇതിന്റെ വിശദീകരണമാണുള്ളത്. അപ്പൊ 1976 ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കീഴിലാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പൊ ഈ കമ്മിറ്റിയുടെ പേര് മറന്നു പോകാതിരിക്കുക. ഇനി ഈ കമ്മിറ്റി എത്ര മൗലിക കടമകളാണ് ആഡ് ചെയ്യപ്പെട്ടത്? 8 കടമകളാണ് ശുപാർശ ചെയ്തത്. എന്നാൽ ആ സമയത്ത് സർക്കാർ എല്ലാം കൂടെ കൂട്ടി 10 കടമകളാണ് ഉൾപ്പെടുത്തിയത്. അങ്ങനെ 42ാമത്തെ ഭേദഗതിക്കകത്ത് 10 കടമകളാണ് വരുന്നത്. ഇനി നിർദ്ദേശങ്ങൾ, ഇനി സർക്കാർ അംഗീകരിക്കാത്ത നിർദ്ദേശങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു 8 കടമകൾ സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. അതിനകത്തെ 3 അന്നത്തെ സർക്കാർ സ്വീകരിക്കുന്നില്ല. ഏതായിരുന്നു അന്നത്തെ സർക്കാർ സ്വീകരിക്കാത്ത 3 കടമകൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ, മൗലിക കടമകൾ ലംഘിക്കുന്നതിന് ശിക്ഷാ നിയമങ്ങൾ ഉണ്ടാവണം. അതായത് ഏതെങ്കിലും ഒരു മൗലികമായിട്ടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കാതിരുന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ അത് തുടരാതിരുന്നത്, അല്ലെങ്കിൽ ആരാണോ ആ മൗലിക കടമകൾ പാലിക്കാതെ ഇരുന്നത്, അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാവണം എന്നതായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ഒന്നാമത്തെ നിർദ്ദേശം. എന്നാൽ അത് അന്നത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. ഇനി രണ്ടാമത്തേതിലേക്ക് പോയാലോ, ഈ മൗലിക കടമകൾ നിർവഹിക്കാതിരുന്നാൽ ആ പൗരന് ശിക്ഷാ നടപടികൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ ഞാനാണ് ആ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി പാലിക്കാതിരുന്നത്, എനിക്കാണ് ശിക്ഷാ നടപടികൾ അന്നത്തെ സർക്കാർ കൊണ്ടുവരുന്നത്, എനിക്കെതിരെയാണ് ഇരിക്കട്ടെ. എന്നാൽ ഞാൻ കോടതിയിലേക്ക് പോവുകയാണ്, ഞാൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പാലിക്കാതിരുന്നതിന് എൻ്റെ നേർക്ക് ശിക്ഷാ നടപടികൾ ഉണ്ടായി, ഇതെന്റെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി പാലിക്കാതിരുന്നിട്ട് ആ പൗരന് ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും ആ ശിക്ഷാ നടപടികൾ മൂലം ആ പൗരന്റെ മൗലിക കടമകളല്ല, മൗലിക സ്വാതന്ത്ര്യം, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹനിക്കുകയും ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാനുള്ള അവസരം ഇല്ലായിരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ മൗലിക അവകാശം ലംഘിച്ചാലും അത്തരം നിയമങ്ങൾ സാധുവായിരിക്കണം. അതായത് മൗലികമായിട്ടുള്ള അവകാശങ്ങൾ അവിടെ ലംഘിക്കപ്പെട്ടാൽ പോലും ഈ ശിക്ഷാ നടപടികൾ സാധുവായിരിക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്? നികുതി അടയ്ക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും നികുതി അടയ്ക്കുന്നത് ഒരു മൗലിക കടമയാക്കി മാറ്റണം എന്നതായിരുന്നു മൂന്നാമത്തെ പോയിന്റ്. ഇതും അന്നത്തെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തേത് ശിക്ഷാ നടപടികളാണ്. ഇനി രണ്ടാമത്തേത്, ഈ ശിക്ഷാ നടപടികൾ ഏതെങ്കിലും ഒരു പൗരന്റെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ലംഘിച്ചാൽ പോലും ഇത് സാധുവായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത്, എല്ലാ ജനങ്ങൾക്കും നികുതി അടയ്ക്കുന്നത് ഒരു മൗലിക കടമയായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 3 കാര്യങ്ങളും അന്നത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ ഒന്നാമത്തേത് എന്തൊക്കെയാണ് പാർട്ട് 4 ആർട്ടിക്കിൾ 51A, അതായത് ഭാഗം 4 ആർട്ടിക്കിൾ 51A, പാർട്ട് 4A ആർട്ടിക്കിൾ 51A വരുന്ന മൗലികമായിട്ടുള്ള കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഭരണഘടനയെ അനുസരിക്കുകയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുകയും ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയെ നമ്മൾ അനുസരിക്കുക, നമ്മുടെ ഭരണഘടനയെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭരണഘടനയ്ക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക, ഭരണഘടനയെ ബഹുമാനിക്കുക, അനുസരിക്കുക. ഇനി ഭരണഘടന പോലെ തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എന്താണ് ബഹുമാനിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങളെ എന്താണ് അനുസരിക്കുക. അതുപോലെ തന്നെയാണ് ദേശീയ പതാക. അപ്പൊ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആദർശങ്ങൾ, ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ദേശീയ പതാക, അതുപോലെ തന്നെ ദേശീയ ഗാനം. അപ്പൊ ഇവിടെ ദേശീയ ഗീതമല്ല, ദേശീയ ഗാനമാണ്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശങ്ങൾ, അതുപോലെ തന്നെ ദേശീയ പതാകയും ദേശീയ ഗാനവും. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ ബഹുമാനിക്കുകയും ഇതിനെയെല്ലാം നമ്മൾ പിന്തുടരുകയും അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഒരു പൗരൻ എന്ന നിലയിൽ പാലിക്കേണ്ട ആദ്യത്തെ മൗലികമായിട്ടുള്ള കടമ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മൗലികമായിട്ടുള്ള കടമ ഇതാണ്. ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ, ആദർശങ്ങൾ, കൂടാതെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും നമ്മൾ അനുസരിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കടമ.
ഇനി രണ്ടാമത്തെ കടമയിലേക്ക് പോവാം. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ആദർശങ്ങൾ നമുക്കറിയാം, കുറേ അധികം മൂല്യങ്ങൾ നമുക്കറിയാം. ഈ ആദർശങ്ങളെയും മൂല്യങ്ങളെയും പിന്തുടരുക എന്നതാണ് രണ്ടാമത്തെ മൗലികമായിട്ടുള്ള കടമ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങൾ പിന്തുടരുക, ഇതാണ് രണ്ടാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ മൗലികമായിട്ടുള്ള കടമ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ആദർശങ്ങൾ പിന്തുടരുക. ഇനി മൂന്നാമത്തേത് എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ ഒരു പരമാധികാരമുണ്ട്, ഒരു സോവറിനിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും സംരക്ഷിക്കുക എന്നതാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് പാലിക്കേണ്ട മൂന്നാമത്തെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുക എന്നതാണ് മൂന്നാമത്തെ മൗലികമായിട്ടുള്ള കടമകൾ. ഇനി 11 കടമകളുണ്ട്. അതിന് ഇനി നാലാമത്തെ കടമ എന്താണെന്ന് നോക്കാം. രാജ്യത്തെ പ്രതിരോധിക്കുകയും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. അതായത് ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും നാം നമ്മുടെ രാജ്യത്തെ പ്രതികൂലിക്കുക, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക. ഇനി നമ്മുടെ രാജ്യം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു ദേശീയ സേവനം ഒരു പൗരൻ എന്ന നിലയിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുക എന്നത്, ആ ഒരു ദേശീയ സേവനം അവിടെ ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ മൗലികമായിട്ടുള്ള കടമയാണ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത്, ഇതൊരു സൈനികമായിട്ടുള്ള ഒരു കർത്തവ്യം ആ ഒരു രീതിയിൽ മാത്രമല്ല, ഏതൊരു സോഷ്യൽ സർവീസ് ആണെങ്കിലും നമ്മുടെ രാജ്യം ഏത് പ്രതിസന്ധിയിൽ ഏർപ്പെട്ടാലും ഒരു പൗരൻ എന്ന നിലയിൽ ആ രാജ്യം ദേശീയ സേവനം ആ സമയത്ത് ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുക എന്നതാണ് നാലാമത്തെ മൗലികമായിട്ടുള്ള കടമ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ എന്താണ്? നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിവിധ തരം മതങ്ങൾ, വിവിധ തരം പ്രാദേശിക ഭാഷകൾ, അതുപോലെ തന്നെ വിഭാഗങ്ങൾ എന്നിവയൊക്കെ കൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ് നമ്മുടെ രാജ്യത്ത് ഉടനീളം പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മുകളിലായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഈ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് സാഹോദര്യ ബോധം വികസിപ്പിക്കുക എന്നതാണ് അഞ്ചാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത്. അങ്ങനെ മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മറന്നുള്ള സാഹോദര്യ ബോധം വികസിപ്പിക്കുക എന്നതാണ് അഞ്ചാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് ഇവിടെ വരുന്നത്. ഇനി അടുത്തതിലേക്ക് പോവാം. ദേശത്തിന്റെ സംയുക്ത സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക. നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യം ഒരു പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു ദേശമാണ്. അപ്പൊ ആ പൈതൃകത്തെ സംരക്ഷിക്കുക, ആ പൈതൃകത്തെ ഉയർത്തിക്കാട്ടുക, പിന്തുടരുക എന്നൊക്കെ ഉള്ളത് ആറാമത്തെ മൗലികമായിട്ടുള്ള കടമയാണ്. അങ്ങനെ നമ്മുടെ ദേശത്തിന്റെ സംയുക്ത സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക. അങ്ങനെ ഇത് പൈതൃകത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യതയാണ്. ഇനി അടുത്തത് ഏതാണ്? പ്രകൃതി പരിസ്ഥിതി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് മൃഗങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കുക, മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നൊക്കെ ഉൾപ്പെടുന്നതാണ് ഏഴാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. അങ്ങനെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏഴാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ എന്താണ്? നമ്മുടെ രാജ്യത്ത് ശാസ്ത്രീയമല്ലാത്ത കുറേ അധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പൊതുബോധത്തെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഒരു പൗരൻ എന്ന നിലയിൽ ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക, ശാസ്ത്രബോധത്തോടെ നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുവാനും അതിനെ വിശകലനം ചെയ്യുവാനും അത് മനസ്സിലാക്കുവാനും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കി എടുക്കുവാനുള്ള ഒരു പൊതുബോധം വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ എട്ടാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ മൗലിക കടമ എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക. ഇനി ഒമ്പതാമത്തെ എന്താണ്? നമ്മുടെ പൊതു സ്വത്ത് അല്ലെങ്കിൽ പൊതുമുതൽ സംരക്ഷിക്കുക എന്നതും, നമ്മുടെ ഈ പൊതു സ്വത്ത് ആക്രമണത്തിലൂടെ നശിപ്പിക്കാതിരിക്കുക, അതായത് അക്രമം ഒഴിവാക്കുക, ഏതൊരവസ്ഥയിലും അക്രമം ഒഴിവാക്കുക എന്നതും പൊതുമുതൽ സംരക്ഷിക്കുക എന്നതുമാണ് ഒമ്പതാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ മൗലിക കടമയായിട്ട് വരുന്നത്. ഇനി പത്താമത്തേത് എന്താണ്? ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മികവ് പുലർത്തുക. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മികവ് പുലർത്തുക, അതുവഴി നമ്മൾ ഇൻഡിവിജ്വലി ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ദേശത്തെയും വികസിപ്പിക്കുക. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മികവ് തെളിയിച്ചുകൊണ്ട് അതുവഴി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് പത്താമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്.
ഇനി നമുക്കറിയാം 42ാമത്തെ ഭേദഗതിയിൽ നമ്മൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ആഡ് ചെയ്തത്. 86ാമത്തെ ഭേദഗതി 2002 വരുമ്പോഴത്തേക്കും ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടെ ആഡ് ചെയ്തു. അതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നിലവിൽ വരുമ്പോൾ ഇവിടുത്തെ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയി ആയിരുന്നു. എ.ബി. വാജ്പേയിയും പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാമും. അപ്പോൾ 86ാമത്തെ ഭേദഗതി 2002 നിലവിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയി ആയിരുന്നു, ഇവിടുത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം സാർ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് 6 വയസ്സ് മുതൽ 14 വയസ്സിനിടയിലുള്ള കുട്ടികളുടെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ മാതാപിതാക്കളുടെയും രക്ഷാകർത്താവിന്റെയും കടമയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അത് എത്രാമത്തെ ഭേദഗതി? 86ാമത്തെ ഭേദഗതി. എത്രാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി? 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പോൾ ഇത്രയുമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി അല്ലെങ്കിൽ മൗലിക കടമകൾ നമ്മൾ നിർവഹിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ ഒരു ശിക്ഷാ നടപടി നമ്മൾ നേരിടേണ്ട കാര്യമില്ല. നമുക്കറിയാം, സൊരൻ സിംഗ് കമ്മിറ്റിയുടെ ഒരു സജഷൻ ആയിരുന്ന ശിക്ഷാ നടപടികൾ വേണം എന്നുള്ള സജഷൻ അന്നത്തെ സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. അതുതന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മളൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലോർക്കേണ്ടത്, ഇതൊരു പൗരൻ എന്ന നിലയിൽ ഓരോ പൗരനും ഫണ്ടമെന്റൽ ഡ്യൂട്ടി കറക്റ്റായിട്ട് പിന്തുടരുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് എന്നതാണ് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി പാർലമെന്റിന് വേണമെങ്കിൽ ഒരു നിയമം വഴി ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പിന്തുടരുന്നത് നിർബന്ധമാക്കി എടുക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ തുടർന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശിക്ഷാ നടപടികൾ എടുക്കാൻ സാധിക്കും എന്ന് പറയാനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെന്റിനാണ് ഉള്ളത്. ഇനിയിപ്പം ഇത്രയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിങ്ങൾ ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് എന്നുള്ളത് മുഴുവൻ പഠിച്ചില്ലെങ്കിലും എന്താണ് ഇതിന്റെ ക്രക്സ് പോയിന്റ് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാലും നിങ്ങൾക്ക് ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്കിത് നോക്കി വെക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഏതാണെന്നുള്ളത് ഒരു ഷോർട്ട് പോയിന്റ് ആയിട്ടെങ്കിലും ഓർത്ത് വെക്കുക. അതായത് ആദ്യത്തേത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സമയത്തെ ആദർശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അപ്പോൾ എക്സാമിന്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് നമ്മുടെ മൗലികമായിട്ടുള്ള കടമകൾ അല്ലാത്തത് എന്നതായിരിക്കും ചിലപ്പോൾ വരുന്ന ചോദ്യം. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഏതായിരുന്നു, അല്ലെങ്കിൽ ആ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഏത് അമെൻമെന്റ് വഴിയാണ്, ഭരണഘടനാ ഭേദഗതി വഴിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 86ാമത്തെ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്, ആ പ്രായം എത്രയാണ്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ട് പോവേണ്ട കാര്യം. ഇനി നമുക്കറിയാം, ഡ്രൈവർ കം OA 60 ദിവസത്തെ ക്രാഷ് ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ ബാച്ച്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ സിലബസും കവർ ചെയ്ത് തരുന്നു, മെന്റർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും എല്ലാ ദിവസവും ടോപ്പിക്കിന്റെ റിവിഷനും അതുപോലെ തന്നെ PYQs ഡിസ്കഷനും കാണുമായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഡ്രൈവർ കം OA എന്നുള്ള എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.